നമസ്കാരം. വെൻഡിങ് മെഷീൻ്റെ ഒരു കോഡ് എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളായിട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഓരോ പ്രാവശ്യം നമ്മൾ ചർച്ച ചെയ്യുമ്പോഴും ഓരോ രീതിയിൽ നമ്മൾ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. ഇപ്രാവശ്യം നമ്മൾ നോക്കുന്നത് 2 രീതിയിലുള്ള ഇമ്പ്രൂവ്മെന്റ്സ് ആണ്. അതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച ഒരുവിധം കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്തു. അപ്പോൾ നമ്മൾ അതോടുകൂടി നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. അതിനർത്ഥം ഈ കോഡ് പെർഫെക്റ്റ് ആയി എന്നുള്ളതല്ല. നമുക്ക് ഒരുപാട് പിന്നെയും ഏരിയാസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളത് കുറച്ചൊരു ഐഡിയാസ് ഒക്കെ എനിക്ക് തരാം. കുറച്ച് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാം. കുറച്ച് സജഷൻസ് എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ തരാം. നമ്മുടെ ഇവിടുത്തെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് മെഷീൻ ലേണിങ്ങിന് വേണ്ടിയിട്ട് പൈത്തൺ പഠിക്കുക എന്നുള്ളതാണ്. അപ്പം ഞാൻ ഇതിൻ്റെ ബാക്കി ഭാഗം നിങ്ങൾക്ക് വിട്ടു തരികയാണ്. അത് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്താൽ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് അറിയിക്കുക. അത് വലിയൊരു ഫീഡ്ബാക്ക് ആയിരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം. പറ്റുമെങ്കിൽ നിങ്ങളൊരു മെഷീൻ തന്നെ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കോഡ് നിങ്ങളുടെ ഹാർഡ്വെയർ ആയിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു സംവിധാനത്തെക്കുറിച്ച് ചിന്തിക്കുക എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് നമുക്ക് ഈ ഒരു സമയത്ത് ഇൻപുട്ട് തരാൻ പറ്റില്ല. കാരണം നമ്മൾ ഫോക്കസ്ഡ് ആണ് മെഷീൻ ലേണിങ്ങിനെ കുറിച്ചിട്ട്. പക്ഷെ അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഇതേ കോഡ് തന്നെ നമുക്ക് എങ്ങനെ ഹാർഡ്വെയർ ആയിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളതിൻ്റെ ബേസിക് ഐഡിയാസ് ഒക്കെ നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് തുടങ്ങുകയാണ്. ഇന്ന് പ്രധാനമായിട്ട് നമ്മൾ 2 കാര്യങ്ങളാണ് നോക്കുന്നത്. നമ്മൾ ഓൾറെഡി ഡിക്ഷണറിയെ കുറിച്ച് പഠിച്ചിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ട്രൈ എക്സെപ്റ്റ് കണ്ടീഷനെ കുറിച്ച് പഠിച്ചിരുന്നു അല്ലെ. എറർ ഹാൻഡ്ലിങ്, എങ്ങനെയാണ് ട്രൈ എക്സെപ്റ്റ് എറർ ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നു. ഇത് രണ്ടും നമ്മുടെ ഇതുവരെയുള്ള കോഡിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നതെന്നുള്ളതിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. അപ്പം ഞാൻ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല, കാരണം ഇതേ കോഡൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ആകെ നമ്മൾ പറയാൻ പോകുന്നത് പ്രധാന വ്യത്യാസങ്ങൾ മാത്രമാണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ലൈൻ നമ്പർ 14, 15, 16 നമുക്ക് മുന്നേ ലിസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ലിസ്റ്റിനെ നമ്മൾ ഒഴിവാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ലൈൻ നമ്പർ 18 ആൻഡ് 19 നമ്മളൊരു ഡിക്ഷണറി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഈ ഡിക്ഷണറിയിൽ നമ്മൾ കീ ആയിട്ട് കൊടുത്തിരിക്കുന്നത് പ്രൈസ് ആണ്. അതിന്റെ വാല്യൂസ് ആയിട്ട് നമ്മൾ 2 ആൾക്കാരെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. 2 ലിസ്റ്റ് ആണ് കൊടുത്തേക്കുന്നത്. ആദ്യത്തെ ലിസ്റ്റ് എന്ന് പറയുന്നത് മിൽക്ക് പ്രൈസ് ലിസ്റ്റും, സെക്കൻഡ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം അത് കേർഡ് പ്രൈസ് ലിസ്റ്റുമാണ്. അപ്പം ഒരേ കീസിന് തന്നെ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ വാല്യൂസ് കൊടുക്കാനായിട്ട് അപ്പൊ ഇതുപോലെ ലിസ്റ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഉദാഹരണത്തിന് ഞാൻ വേണമെങ്കിൽ ഇതിന്റെ ആദ്യത്തെ എൻറ്റിറ്റിനെ ഒന്ന് നമുക്ക് പ്രിന്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ ഞാൻ സെലക്ഷൻ മാത്രം ഒന്ന് റൺ ചെയ്യാണ്. അപ്പൊ ഞാൻ ഈ സെലക്ഷൻ മാത്രം ഒന്ന് റൺ ചെയ്ത് ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ വാല്യൂസ് എന്ന് പറയുന്നത് 25, 50, 250 എന്ന് പറയുന്നത്. ഇതുപോലെ നമുക്ക് ഈ ഒരു ലിസ്റ്റിന്റെ വാല്യൂസിനെ സ്ലൈസ് ചെയ്തിട്ട് നമുക്ക് വേണ്ട ഇൻഫോർമേഷൻ കിട്ടിക്കാവുന്നതേ ഉള്ളൂ. ഒരുപാട് ലിസ്റ്റുകൾ ഉണ്ടെങ്കിൽ അതിന് പകരം എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒരു ഡിക്ഷണറി ഡിഫൈൻ ചെയ്തിട്ട് ആ മൾട്ടിപ്പിൾ ലിസ്റ്റിനെ ഒരു കീസുമായിട്ട് അറ്റാച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. എന്തുകൊണ്ട് ഒരു കീ ആയിട്ട് ഇവിടെ അറ്റാച്ച് ചെയ്തു? കാരണം നമ്മൾ 2 കേസിലും നമ്മൾ പറയുന്നത് പ്രൈസിനെ കുറിച്ചാണ്. ഒരു സ്ഥലത്ത് പാലിന്റെ പ്രൈസിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ മറ്റോടത്ത് തൈരിന്റെ പ്രൈസാ പറയുന്നുള്ളൂ. പ്രൈസിനെ കുറിച്ചാണ് നമ്മൾ 2 സ്ഥലത്തും പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് ഡിക്ഷണറി വെച്ചിട്ട് ഒരുപാട് ലൂപ്പ് ചെയ്ത് കളിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു ഡിക്ഷണറിയിൽ ഒരു പർട്ടിക്കുലർ കീ കൊടുത്തിട്ട് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ വാല്യൂസിനെ വിളിക്കാവുന്നതേ ഉള്ളൂ. ബാക്കി കോഡുകളൊക്കെ എല്ലാം സെയിം ആണ്. മുന്നത്തെ കോഡുമായിട്ട് വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പം നമ്മൾ പ്രധാനമായിട്ട് വ്യത്യാസം വരുത്തിയിരിക്കുന്നത് നമ്മൾ ട്രൈ എക്സെപ്റ്റ് കണ്ടീഷൻ കൊണ്ടുവന്നു എന്നുള്ളതാണ്. എന്തിനിത് കൊണ്ടുവന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി കണ്ടതാണ്. നിങ്ങളുടേതായിട്ടുള്ള സമയത്ത് നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തേക്കുന്ന ഒരു പരിപാടിയാണ്. അതുകൂടാതെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇവിടെ നമ്മൾ ഐറ്റം സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ കോസ്റ്റ് കാൽക്കുലേഷനിലേക്കുള്ള ഫംഗ്ഷൻ വിളിക്കുന്നതിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നേരിട്ട് ലിസ്റ്റ് വിളിച്ചതിന് വരെ ഇപ്രാവശ്യം എന്താ വിളിക്കുന്നത്, ഡിക്ഷണറിയാണ് വിളിക്കുന്നത്. ആ ഡിക്ഷണറിനെ നമുക്ക് സ്ലൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ഓരോ പ്രാവശ്യം നമ്മൾ വിളിക്കേണ്ട അതിൻ്റെ ഉള്ളിലത്തെ ലിസ്റ്റ് വ്യത്യാസമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, സി എന്ന് പറഞ്ഞിട്ട് പുതിയ ഒരു വേരിയബിൾ ഡിഫൈൻ ചെയ്യുന്നു. മിൽക്ക് ആണെങ്കിൽ സീൻ്റെ വാല്യൂ 0, കാരണം ഡിക്ഷണറിയിലെ വാല്യൂവിൽ ആദ്യത്തെ ഐറ്റാണ് നമുക്ക് വേണ്ടത്. അതുപോലെ കേർഡ് ആണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ഐറ്റാണ് വേണ്ടത്. പൈത്തൺ 0 എന്നാണ് കാൽക്കുലേറ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ മിൽക്കിന് C = 0യും കേർഡിന് C = 1ഉം കൊടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അതേ കോസ്റ്റ് ഫംഗ്ഷൻ നമ്മൾ വിളിക്കുന്നു. നമ്മൾ ആ ആർഗ്യുമെന്റിൽ ചെറിയൊരു വ്യത്യാസം വരുത്തുന്നു. നമ്മൾ ആ C പാരാമീറ്ററും കൂടി കൊടുക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു, ആ ഡിക്ഷണറി സ്ലൈസ് ചെയ്തിട്ടുള്ള വാല്യൂസ് ആയിരിക്കും അല്ലെങ്കിൽ ലിസ്റ്റ് ആയിരിക്കും ഇൻപുട്ട് ആയിട്ട് വരിക. പിന്നെ നമ്മൾ ചെയ്തതെല്ലാം സിമിലർ ആണ്. കാരണം ആ ലിസ്റ്റ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോസ്റ്റ് _ കാൽക്കുലേഷൻ എന്നുള്ള ഫംഗ്ഷൻ നമ്മൾ ഓൾറെഡി ബിൽഡ് ചെയ്തതാണ്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൈസും നിങ്ങളുടെ ചേഞ്ച് കാൽക്കുലേഷനും അതിനനുബന്ധമായിട്ടുള്ള മറ്റ് ഒരുപാട് ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. അപ്പോൾ നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ഈ രീതിയിൽ നമുക്കിത് മോഡിഫൈ ചെയ്തിട്ട് നമ്മുടെ കോഡ് ഇമ്പ്രൂവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് ഒരു കേസ് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം ഇവിടെ. അപ്പം ഇവിടെ മിൽക്ക് നമ്മൾ കൊടുക്കുന്നു, നമ്മൾ യെസ് കൊടുക്കുന്നു. ഒക്കെ നമ്മൾ ഇതിന് മുന്നേ കണ്ടതാണ്. 211 കൊടുക്കുന്നു. ഇവിടെയാണ് നമുക്ക് പ്രധാനമായിട്ട് ചെക്ക് ചെയ്യേണ്ടത്. കാരണം ഇവിടെയാണ് നമുക്ക് നമ്മുടെ കാൽക്കുലേഷൻ നടക്കുന്നത്. അപ്പം ഇവിടെ കറക്റ്റ് ആയിട്ട് കാൽക്കുലേഷൻ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഡിക്ഷണറിയിലെ ഐറ്റംസ് എടുത്തിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
നമ്മൾ 500 കൊടുക്കുന്നു. നിങ്ങൾക്ക് നേരത്തെ പ്രിന്റ് ചെയ്ത് കിട്ടിയ എല്ലാ സാധനങ്ങളും ഇവിടെ പ്രിന്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മറ്റ് കണ്ടീഷൻസ് ഒക്കെ ചെക്ക് ചെയ്യാം. നമ്മൾ വീണ്ടും എല്ലാ കണ്ടീഷൻസും ചെക്ക് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഈ കോഡ് ഡെവലപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് എല്ലാ സിനാരിയോസും ചെക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മളിവിടെ എന്താണ് ചെയ്തിരിക്കുന്നത്? നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചിരുന്നു. അതെല്ലാം അപ്ലൈ ചെയ്തിട്ട് നമ്മളൊരു പ്രോജക്റ്റ് ബിൽഡ് ചെയ്തെടുക്കുകയാണ് ചെയ്തേക്കുന്നത്. ഇനി ഈ പ്രോജക്റ്റിൽ ഇനി ഇമ്പ്രൂവ് ചെയ്യാനുണ്ടോ? ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാൻ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളൊരു യൂസർ ഇത്ര സമയം എടുക്കാവൂ എന്നുള്ളൊരു കണ്ടീഷൻ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. നിങ്ങൾക്ക് ഏതായാലും ടൈം പ്രിന്റ് ചെയ്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ടൈം ഇത്ര യൂസറിന് ഇത്ര സെക്കൻഡ് അല്ലെങ്കിൽ ഇത്ര മിനിറ്റ് എന്നുള്ളൊരു കണ്ടീഷൻ നിങ്ങൾക്ക് കൊടുക്കാം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ചില ആൾക്കാർ ATMൽ പോയിട്ട് AC-ൻ്റെ ഉള്ളിൽ പോയിരിക്കണ പോലത്തെ അവസ്ഥയാവും. കാരണം അവർ പുറത്ത് വരില്ല. എല്ലാവരും അങ്ങനെയാണല്ല പറയുന്നത്. പക്ഷെ കുറച്ച് ആൾക്കാരൊക്കെ അങ്ങനെ ഉണ്ട്. ഇപ്പോൾ ഒരു ടൈം ഔട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അല്ലെ, ആ കണ്ടീഷൻ നിങ്ങളുടെ കോഡിൽ കൊണ്ടുവരാം. പിന്നെ നിങ്ങൾ മൊത്തത്തിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് പെർ ഡേ എത്ര പാക്കറ്റ് പാല് വിറ്റ് ചിലവായി, അല്ലെ എത്ര കേട് ചിലവായി, ടോട്ടൽ എത്ര എമൗണ്ട് നിങ്ങൾക്ക് കിട്ടി, എത്രയാണ് നിങ്ങളുടെ പ്രോഫിറ്റ്, എത്രയാണ് നിങ്ങളുടെ മാർജിൻ, ഇങ്ങനെയുള്ള ഒരുപാട് ബിസിനസ് സംബന്ധമായിട്ടുള്ള കാൽക്കുലേഷൻസ് ഒരുപാട് ഇതിൽ കൊണ്ടുവരാനുണ്ട്. നമ്മളതൊന്നും ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ഇതെല്ലാം കൊണ്ടുവന്നിട്ട് നിങ്ങൾക്കൊരു പെർഫെക്റ്റ് കോഡ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അത് ഞാൻ നിങ്ങൾക്ക് വിട്ടുതരികയാണ്, ഏത് രീതിയിൽ അത് ഡെവലപ്പ് ചെയ്യണം എന്നുള്ളത്. നമ്മൾ മുന്നേ പറഞ്ഞതുമാണ് ഈ കാര്യം. അപ്പം നമ്മൾ തൽക്കാലം വെൻഡിങ് മെഷീൻ ഇവിടെ നിർത്തുകയാണ്. നമ്മൾ അടുത്ത ക്ലാസ്സിൽ ക്രിപ്റ്റോഗ്രഫിയാണ് നമ്മൾ കൈകാര്യം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ഇൻസ്പിറേഷൻ എന്നുള്ള രീതിയിൽ ഞാനൊരു വീഡിയോ കാണിച്ചു തരാം യൂട്യൂബിൽ. വീഡിയോയുടെ ഹെഡിങ് റേഷൻ വെൻഡിങ് മെഷീൻ യൂസിങ് പൈത്തൺ റാസ്ബെറി പൈ എന്നാണ്. ഇതിന്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ട് ഈ വീഡിയോ എടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡെവലപ്പ് ചെയ്ത കോഡിന് ഈക്വലന്റ് ആയിട്ടുള്ള ഒരു സെറ്റപ്പ് തന്നെയാണ് പുള്ളിയും ഡെവലപ്പ് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ അവിടെ പുള്ളി എന്തൊക്കെയാണ് ചെയ്തേക്കുന്നത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റേഷൻ വെൻഡിങ് മെഷീനാണ് പുള്ളി ഡെവലപ്പ് ചെയ്തേക്കുന്നത്. അതായത് നിങ്ങൾക്ക് വീറ്റും അതുപോലെ തന്നെ റൈസും സെപ്പറേറ്റ് ചെയ്ത് കിട്ടുന്ന ഒരു മെഷീനാണ് പുള്ളി ഡെവലപ്പ് ചെയ്തേക്കുന്നത്. നമുക്ക് ഇവിടെ പാലും തൈരും ആണെങ്കിൽ പുള്ളിക്ക് അവിടെ വീറ്റും അതുപോലെ തന്നെ റൈസും ആണെന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. പിന്നെ പുള്ളി അവിടെ കാർഡ് സ്വൈപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മെക്കാനിസം കൂടി പുള്ളി അവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി നിങ്ങൾ കാർഡ് സ്വൈപ്പ് ചെയ്യുന്നു, നിങ്ങൾ വേണ്ട ക്വാണ്ടിറ്റീസ് ഏതാണ് ഐറ്റം എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു, നിങ്ങൾക്ക് വേണ്ട ക്വാണ്ടിറ്റീസ് എത്രയാണെന്നുള്ളത് സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, അത് ഡിസ്പെൻസ് ചെയ്ത് കിട്ടുന്നു. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഫുള്ള് പ്ലേ ചെയ്ത് കാണിക്കുന്നില്ല. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പോയി നോക്കുക, കണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കുക. പുള്ളി എൻ്റയർ കോഡൊന്നും തന്നിട്ടില്ല, പക്ഷെ എങ്ങനെയാണ് അതിൻ്റെ ഒരു ബേസിക് കൺസ്ട്രക്ഷൻ എന്നുള്ളതിനെ കുറിച്ച് പുള്ളി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടേതായ ഐഡിയയിൽ നിങ്ങളുടെ ഡയറി പ്രോഡക്ട്സിന് വേണ്ടിയിട്ടുള്ള വെൻഡിങ് മെഷീൻ ട്രൈ ചെയ്യുക. നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റോ, അത് ചെറിയ ഇമ്പ്രൂവ്മെൻ്റ് ആയിക്കോട്ടെ വലിയ ഇമ്പ്രൂവ്മെൻ്റ് ആയിക്കോട്ടെ, ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റ് എൻ്റെ ഈ കോഴ്സ് കൊണ്ട് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് ആ ഒരു ഇൻഫർമേഷൻ നമ്മളെ അറിയിക്കുക. അത് വലിയൊരു ഇൻസ്പിറേഷനാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ക്രിപ്റ്റോഗ്രഫി ആയിട്ട് വരുന്നതാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് മീ. എൻജോയ് യുവർ ലേണിംഗ്. വെയിറ്റ് ഫോർ മൈ നെക്സ്റ്റ് എപ്പിസോഡ്.